ഇന്ത്യ സഖ്യയോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച ഭാഗങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാഷ്ട്രീയ പോരാട്ടം തുടരുകയാണെന്നും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തമ്മിൽ പോരടിക്കുമ്പോഴും സഖ്യത്തിനകത്തെ ഐക്യം തകരരുതെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസും മറ്റു പാർട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് RSSനെ പ്രതിരോധിക്കാൻ ഉണ്ടായ പാർട്ടിയാണ്. മുമ്പുണ്ടായ പ്രതിരോധ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് രാഹുൽ വിശദീകരിച്ചു. ഇന്ത്യ സഖ്യയോഗത്തിന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ സഖ്യകക്ഷികളായ CPIM, CPI, RJD, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടി നേതാക്കൾ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ ഐക്യം നിലനിർത്താൻ പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലേ? മുന്നണിയിലെ സഖ്യകക്ഷികളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് എന്തുകൊണ്ടാകും? കാണാം RDXR. കോൺഗ്രസും മറ്റു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസവും RSSനെതിരെയും BJPക്കെതിരെയും എക്കാലവും പോരാടുമെന്നതടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. തുടർന്ന് കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സ്വീകരിക്കുന്നതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ എല്ലാ പരാതികൾക്കും മറുപടി നൽകാനുള്ള ഇടമല്ല ഇത്. സഖ്യത്തിനകത്ത് ഏകോപനമില്ലെന്നും ഐക്യമില്ലെന്നുമുള്ള ധാരണയും സംസാരവും ഒഴിവാക്കണം. അത്തരം ചർച്ചകൾ BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയവും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉണ്ടെന്നും അതുണ്ടാവണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തുടർന്നാണ് ഇതിനൊരു ഉദാഹരണമെന്നോണം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല. ഞാനും പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയ പോരാട്ടം തുടരുകയാണെന്നാണ് ഇതിന് കാരണമായി അദ്ദേഹം തന്നെ പറയുന്നത്. നമ്മൾ പരസ്പരം വഴക്കിടണമെന്നും അതേസമയം പ്രതിപക്ഷം ദുർബലമാണെന്ന് കാണിക്കാനുള്ള നീക്കങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ബോധവാന്മാരായിരിക്കണം. DMK സഖ്യം വിട്ടുപോയതിനെ കുറിച്ച് യോഗത്തിൽ ഉയർന്ന വിമർശനത്തിന് ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടി എല്ലാവരും ഒരുമിക്കുമെന്ന് 100% ഉറപ്പുണ്ടെന്നും രാഹുൽ പറഞ്ഞു. RDXR ന്യൂസ് മലയാളം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ യോഗത്തിൽ പറഞ്ഞത്. പരസ്പരം പോരടിക്കുമ്പോഴും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായി വിജയനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സംസാരം. ഇന്ത്യ സഖ്യ യോഗത്തിനിടെ പിണറായി വിജയനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ ഭാഗങ്ങൾ കൂടി കേൾക്കാം. We have our fights, but if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us, trying to prove that the opposition is weak. സനീഷ്, ഒരു അസ്വാഭാവികമായ നടപടിയാണ് ഒരു മുന്നണി യോഗത്തിനുള്ളിൽ നടന്ന പ്രസംഗം പുറത്തുവിടുക എന്നുള്ളത്. എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ആ പ്രസംഗം അവിടെ പ്രസംഗിച്ചതല്ല, ആ പ്രസംഗിച്ച കാര്യങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് അത് പ്രത്യേകം എന്ന് വെച്ചാൽ പൊതുജന സമക്ഷം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വീണ്ടും റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചതാകാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഏർപ്പാടാണ്. എന്താണ് സനീഷ് തോന്നിയത്? നിശ്ചയമായിട്ടും വളരെ അസാധാരണമായിട്ടൊരു കാര്യമാണ്. ഉറപ്പായിട്ടും എനിക്കും തോന്നുന്നത് ഇത് പ്രസംഗിച്ചതിൻ്റെ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടതല്ല, മറിച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് ഒരു തീരുമാനമെടുത്ത് ഇതിങ്ങനെ പുറത്തിട്ടേക്കാം എന്ന് തീരുമാനമെടുത്ത് വോയിസ് ഓവർ കൊടുത്ത് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. എന്തായാലും അസാധാരണമായിട്ടുള്ള ഒരു പ്രസംഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരി നിശ്ചയമായിട്ടും പിണറായി വിജയനെ ചേർത്ത് വെച്ചിട്ടുള്ള ആ വരി തന്നെയാണ്. ഇപ്പോൾ ഈ പ്രസംഗത്തിനകത്ത് നമ്മൾ കേൾക്കുന്ന പ്രസംഗത്തിനകത്ത് മുന്നണി കകത്തെ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് എതിർത്തുകൊണ്ട് പറയുന്ന ഏക നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. അതായത് മറ്റുള്ളവരുടെ മമതാ ബാനർജിയുടെയും അഖിലേഷ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടെങ്കിലും എതിർത്തുകൊണ്ട് പറയുന്ന ഒരേ ഒരാൾ പിണറായി വിജയനാണ്. പക്ഷേ ആ പറയുന്നതിന് എന്തെങ്കിലും പെശകുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം സിംബോളിക്കായിട്ട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് എനിക്ക് പോയിട്ട് പിണറായി വിജയനെ ഹഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അദ്ദേഹത്തോട് ഓൺഗോയിങ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ എതിർപ്പിലാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത് അത്ര വലിയൊരു സംഭവമായിട്ട്. അത് നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പേരെടുത്ത് വിമർശിച്ചപ്പോഴും ഞാൻ ഈ നിലപാട് തന്നെയായിരുന്നു പറഞ്ഞത്. കാരണം അതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ എല്ലാ വഴികളിലൂടെയും പോരാടേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ഇതൊരു ഇന്ത്യ മുന്നണിയുടെ ഒരു മൊത്തം കാര്യമാണല്ലോ എന്നൊക്കെ വരുമ്പോൾ ഇത് രാഹുൽ ഗാന്ധി തന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നോ? താഴെയുള്ള നേതാക്കൾ പറഞ്ഞാൽ പോരായിരുന്നു എന്നൊരു സംശയം വേണമെങ്കിൽ വെക്കാമെന്നല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ എതിർപ്പ്
പിണറായി വിജയനെതിരായിട്ട് പറയുന്നതിൽ എന്തെങ്കിലും പിശകുണ്ടെന്ന് എനിക്ക് അപ്പോഴും തോന്നുന്നില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അത് ആ നിലക്ക് തന്നെ തിരിച്ചും പറയുന്നുണ്ടല്ലോ, പിണറായി വിജയൻ അങ്ങോട്ടും പറയുന്നുണ്ടല്ലോ ആ നിലക്ക്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസംഗം കേട്ടാൽ, ഇന്ത്യ മുന്നണി യോഗത്തിനകത്ത് ഉള്ള ഈ പ്രസംഗം കേട്ടാൽ ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുമെങ്കിലും ആകെ മൊത്തം എടുത്ത് പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നേതാവിൻ്റെ വർത്തമാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആകെപ്പാടെ കൺഫ്യൂഷൻ. എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണോ അല്ല ഞാനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയപാതയിലാണോ? ഈ കാര്യത്തിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരാളെയായിട്ടാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ പ്രധാനപ്പെട്ടതായിട്ട് മതിക്കുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ ഓൺഗോയിങ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ്, അതുകൊണ്ട് പിണറായി വിജയനെ ഹഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടികളോട് നിങ്ങൾ എന്താ കരുതുന്നത്, ഇങ്ങനെ പോരാടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃ മുഖം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധി അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആണോ എന്ന സംശയം ഉണ്ടാക്കുന്ന ഒരു പ്രസംഗ ഭാഗമാണ് അദ്ദേഹം തന്നെ എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, അതേസമയം തന്നെ അദ്ദേഹം ഇതിനകത്ത് ഇവരെ ഒരു രാഷ്ട്രീയ മാന്യത എന്ന് വെച്ചാൽ സഖ്യകക്ഷി മാന്യതയുമില്ലാതെ എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന വിധത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടി നിങ്ങളെപ്പോലെയൊന്നുമല്ല, ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉന്നതമായ പാർട്ടിയാണ്. എന്താണ്, നിങ്ങളെല്ലാം ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ സംവിധാനങ്ങൾക്കകത്ത് ഉണ്ടായി വന്ന പാർട്ടിയാണ്, ആ സംവിധാനങ്ങളിൽ നിന്നുണ്ടായി വന്ന പാർട്ടിയാണ്. ഞങ്ങൾ പക്ഷേ ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു പ്രതിരോധ മൂവ്മെൻ്റായിട്ട് വന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ആദ്യം രാഷ്ട്രീയ പാർട്ടിയായിരുന്നു, പക്ഷേ പിന്നീട് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ആവേണ്ടത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയായി. എന്നിട്ട് ഇപ്പോൾ വീണ്ടും രാജ്യ സംവിധാനങ്ങൾ ഉണ്ടായതിനു ശേഷം ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ്, വീണ്ടും നമ്മൾ പ്രതിരോധ സംവിധാനമായി മാറേണ്ടുന്ന കാര്യമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള തമാശ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും ശരിയായിട്ടല്ല മനസ്സിലാക്കിയത് എന്ന് നമ്മളെപ്പോലെ അദ്ദേഹത്തെക്കാൾ ഇങ്ങ് താഴെ നിന്ന് നിരീക്ഷകരായിട്ട് നോക്കുന്ന ആളുകൾക്ക് പോലും പറയാവുന്ന ഒരുപാട് പോയിന്റ് വരികയാണ്. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ പോലെ ഓരോരോ രാഷ്ട്രീയ ഇന്ത്യ പൂർവ്വ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ലെഗസി പേറുന്ന പാർട്ടികളാണ് ഇവരെല്ലാം. സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഒക്കെ ലെഗസി പേരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കാലത്ത് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ, 1920 ഉണ്ടായതാണ്. അപ്പോൾ ആ പാർട്ടികളുടെ ലെഗസിയല്ലേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത് എന്തൊക്കെയായാലും അതിനെ വിമർശിക്കുകയും അത് വളരെ ചെറുതായിപ്പോയി എന്ന് പറയാം, പക്ഷേ ആ രാഷ്ട്രീയ ലെഗസിയാണല്ലോ അവർ പിന്തുടരുന്നത്. ഹിന്ദുത്വ പാർട്ടി RSS ഉണ്ടായിരിക്കുന്ന 1920-കളിലാണ്, ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ BJP. അപ്പോൾ അവർ ആ കാലം തൊട്ടുള്ള ലെഗസിയല്ലേ അവർക്കുള്ളത്, ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പേയുള്ള ലെഗസിയല്ലേ അവരുടേത്. സോഷ്യലിസ്റ്റുകളുടെ ലെഗസി പേറുന്ന പാർട്ടികളുണ്ട്. അപ്പോൾ കോൺഗ്രസ് പറയുകയാണ്, രാഹുൽ ഗാന്ധി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒന്നുമല്ല, ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ്, ഞങ്ങൾ ആ കാലത്ത് മാത്രമാണ് എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തത് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങൾ. അതായത് ഇത്രയും കാലത്തെ ക്ഷീണ കാലത്തിന് ശേഷം പോലും രാഷ്ട്രീയത്തെ നേരാവണ്ണമല്ല മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന തോന്നലുള്ള ആളുകൾക്ക് ആ തോന്നൽ ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശരിയാണ്, ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് കോൺഗ്രസിന് അമിതമെന്നല്ല അധികമായിട്ടൊരു പ്രാധാന്യം ഉണ്ടായി വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. ഈ സംവിധാനങ്ങൾ ആകെ തന്നെയും ഇവർക്കൊപ്പം ചേർന്ന് നിന്നൊരു ഇന്ത്യ മുന്നണിയായിട്ട് പോരാടിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്ന ബോധ്യം, ശരിയായ ബോധ്യം മറ്റു പാർട്ടികൾക്കെല്ലാം ഉണ്ട്. അവരവരുടേതായ ഇടങ്ങളിൽ അതിശക്തരായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. DMK ആണെങ്കിലും ഈ നമ്മുടെ SP സമാജ്വാദി പാർട്ടി ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും എല്ലാം. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് മമതാ ബാനർജിക്ക്, ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ CPM-ന്. പക്ഷേ പ്രാദേശികമായിട്ട് ശക്തമായ സംവിധാനങ്ങളും നേതാക്കളുമാണ് അവർ. പക്ഷേ അവരെ അങ്ങ് കുറച്ച് ബിലിറ്റിൽ ചെയ്യാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതെന്തൊരു വർത്തമാനമാണ്. ഞാൻ നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് തീർത്തും ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ശരി, അവിടെ അതെല്ലാം നടന്നെങ്കിലും ജോൺ ബിട്ടാസ് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണം എന്നതാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണം എന്നാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം RDXിലൂടെ പറഞ്ഞു, ഇത് ഇന്ത്യ മുന്നണിയിൽ ഇനി ഒരുപാട് കാലം പോകാൻ ഇവർക്ക് പറ്റും, ഇങ്ങനെ അപമാനം സഹിച്ചുകൊണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ആ പാർട്ടി രാജ്യത്തെ ദേശീയ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ട് ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകം, ഈ സംസ്ഥാനത്താണല്ലോ CPIM-ന് വലിയ ശക്തിയുള്ളത്, സാധാരണത്തിൽ അവർക്കുള്ള ശക്തി കൂടുതലുള്ള സ്ഥലം സംസ്ഥാനം ഇവിടെയാണ്. ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി അവരുടെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിരിക്കുന്ന ലേഖനം ഇന്ന് പോലും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണമെന്നാണ്. ആ ലേഖനത്തിനകത്ത് കോൺഗ്രസിനെ ഒരുപാട് തവണ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരായിട്ടുള്ള ആംഗിൾ തന്നെയാണ് അതിൽ ആകെ ഉള്ളതെങ്കിൽ തന്നെയും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നുള്ള നിലപാട് തന്നെയാണ് CPIM സ്വീകരിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പക്ഷേ അവരാ നിലപാട് സ്വീകരിക്കുന്ന യോഗത്തിനകത്ത് പോലും രാഹുൽ ഗാന്ധി നടത്തിയത് ഇമാതിരി ശരിയല്ലാത്തൊരു പ്രസംഗമാണല്ലോ എന്ന് തോന്നലുണ്ടാകുന്നത്. അതൊന്ന്, അതായത് അതിൻ്റെ ആകെത്തുകയെടുത്ത് പരിശോധിച്ചാൽ അതൊന്ന് അത് സഖ്യകക്ഷികളോട് മാന്യമായിട്ട് പെരുമാറേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ഏറ്റവും വലിയ ശക്തിയുള്ള പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിക്കും. പക്ഷേ അവരെ ബിലിറ്റിൽ ചെയ്ത് സംസാരിച്ചിരിക്കുന്നു, അവരെ കുറച്ച് കണ്ട് സംസാരിച്ചിരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം ഒന്ന്. രണ്ടാമത്തേത് ഈ പറയുന്നത് പോലെ കൺഫ്യൂഷനാണ്. അതായത്
90% വിചാരിച്ചു മമതാ ബാനർജി ജയിക്കുമെന്ന്, 40% വിചാരിച്ചു അഖിലേഷ് യാദവ് ജയിക്കുമെന്ന്. പക്ഷേ ജയിക്കില്ല. കാരണം ഈ സംവിധാനങ്ങളെ ആകെ കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ സംവിധാനത്തെ അവർ BJP കറപ്റ്റ് ചെയ്തിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ കറപ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയാണ്. ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അദ്ദേഹം പക്ഷേ കേരളത്തിൽ വന്നിട്ട് എങ്ങനെയും പോരാടിയിട്ട് ജയിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് വിജയം ഭരണമൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ആരോപണം കിട്ടിയ ചാൻസിൽ അടിച്ചിട്ട് കോൺഗ്രസ് അവിടെ ഈ പറയുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ DMK-ക്കൊപ്പം നിന്നിട്ട് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഉടനടി ചാടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാനിത് ആത്മീയവാദയിലാണെന്ന്. ആരെയാ പറ്റിക്കുന്നത്? ഇതൊരു സ്പിരിച്വലായിട്ടുള്ള പോരാട്ടമാണ് എന്നാണ് പറയുന്നത്. സ്പിരിച്വലായിട്ടുള്ള പോരാട്ടമല്ല, രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള എല്ലാ സംഗതികളിലും ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മുന്നണി യോഗത്തിനകത്ത് അതിൻ്റെ സന്യാസിയെ പോലെ സംസാരിക്കുകയാണ്. ഞാനിത് ആ ഒരു സ്പിരിച്വൽ പേതയിലാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയോട് നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഭരണപക്ഷവും അതിശക്തമായിട്ടുള്ള ഭരണപക്ഷവും അതിനപ്പുറത്തൊരു പ്രതിപക്ഷ പാർട്ടിയും അതിന് നേതാവും ഒക്കെ വേണം എന്ന് വിചാരിക്കുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാം. നമ്മൾക്ക് ആ പ്രതിപക്ഷ പാർട്ടിയുടെ യുവ എന്നുള്ള വിത്തിൻ കോട്ട്സ് ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന അദ്ദേഹത്തോട് ബഹുമാനം സൂക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാം. ഇത് രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തെ കറക്റ്റ് ചെയ്ത് ശരിയായ വിധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ കൊള്ളാവുന്നൊരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഇദ്ദേഹം എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന തോന്നലുണ്ടാക്കുന്ന ഒരു വർത്തമാനമായി പോയി അദ്ദേഹം. ഇത് അദ്ദേഹം തന്നെ എടുത്ത് പുറത്തിട്ടാണെന്ന് കേൾക്കുമ്പോഴാണ് അതിനകത്ത് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ അദ്ദേഹം തന്നെ വളരെ വൃത്തിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ആത്മീയമായിട്ടുള്ള ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന പോയിന്റ് ഒരർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടാവുന്നതാണ്. കാരണം എന്താണ്, അതായത് ഇപ്പോൾ ഇതുപോലൊരു വലിയ ഏകാധിപത്യ സ്വഭാവത്തിൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇറാനേക്ക് ഉദാഹരിക്കുന്നുണ്ട്. ഏകാധിപത്യ സ്വഭാവത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യപൂർവ്വം കാലത്ത് കോൺഗ്രസ് ചെയ്തതുപോലുള്ള ചില മഹാത്മാഗാന്ധിയൊക്കെ ചെയ്ത പോലുള്ള ചില ആത്മീയമായിട്ടുള്ള റെസിസ്റ്റൻസ് പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ വേണ്ടി വരും. കാരണം ഇവർ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കറക്റ്റ് ചെയ്യുകയാണ്, സീറ്റ് ചോരി നടത്തുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ നിലക്കുള്ള പണി എടുക്കേണ്ടതായിട്ട് വരും ഒരുപക്ഷെ. പക്ഷേ അദ്ദേഹം അതുമാത്രമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഭാരത് ജോഡോ യാത്ര അദ്ദേഹം നടന്നു രാജ്യം മുഴുവൻ. അത് പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണ്ടേ. റെസിസ്റ്റൻസ് ആണെങ്കിൽ മഹാത്മാഗാന്ധി പോയിട്ട് ഒരു പരിപാടി നടത്തിയതിനു ശേഷം ടൂറിന് പോലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നും കാണുന്നില്ല. ഇവർ രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം നടത്തിയിട്ട് അതിൻ്റെ കുടിലമെന്ന് തോന്നുന്ന ശരിയല്ലാത്തതെന്ന് തോന്നുന്ന പെട്ടെന്നുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ സാത്വികമായിട്ടുള്ള ഈ ആത്മീയമായിട്ടുള്ള പാതയൊന്നുമല്ല കോൺഗ്രസിൻ്റെ MLA-മാർ സ്വീകരിച്ചു. അപ്പോൾ തന്നെ ചാടി. ഇവിടെ ശരി, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇവിടെ ശരിയാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇവിടെ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഇന്ത്യ മുന്നണിയിൽ അതൊരു തേർതലിൻ്റെ ഭാഗമായിട്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ പോരാട്ടം നടത്തുകയായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയോട്, പിണറായി വിജയനോട് എനിക്ക് ആ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിച്ചേ പറ്റുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പോരാട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സമവായ നേതാവിൻ്റെ ഒരു ഔന്നത്യമാർന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ അർത്ഥത്തിൽ തന്നെ ഇപ്പം തന്നെ ട്രോളുകൾ വന്നു തുടങ്ങി. അദ്ദേഹം രാഷ്ട്രീയ എതിരാളി എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന നരേന്ദ്രമോദിയെ ചെന്ന് ഹഗ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ എതിരാളിയാണ്, ഞങ്ങളുടെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നതാണ്, ഇന്ത്യക്കെതിരാണ്, ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ് എന്നൊക്കെ പറയുന്ന BJP സർക്കാരിൻ്റെയും RSSൻ്റെയും പ്രതിപുരുഷനായിട്ടുള്ള നരേന്ദ്രമോദിയെ നിയമസഭയിൽ പാർലമെൻറ്റിൽ ചെന്ന് കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞ് ആ പോരാട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വിജയം തന്നെയും ഉണ്ടാക്കിയതിന് ശേഷവും നടക്കുന്ന ഇന്ത്യ മുന്നണിക്കകത്ത് നിന്ന് എതിർത്തുകൊണ്ട് അത് ഇവരുടെ മുന്നണിക്കകത്ത് അതിശക്തമായിട്ട് നിൽക്കുന്ന ഈ യോഗത്തിന് ശേഷം പോലും മുന്നണി ശക്തിപ്പെടണമെന്ന് നിലപാടെടുക്കുന്ന CPIM-നെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നേതാവിനെ ഹഗ് ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രീയ നിലപാട്. ഹഗ് ചെയ്യാന്ന് വെച്ചാൽ ഈ മോദിയോട് ചെയ്തതുപോലെ ഫിസിക്കലായിട്ടുള്ള ഹഗ് ആയിരിക്കണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ആ ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വർത്തമാനം തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയതിന് ശേഷം പോലും സ്വന്തം മുന്നണിയിലെ പാർട്ടിയെ പറ്റി എന്താണ് പറയേണ്ടുന്നത് എന്ന സാഹചര്യം മുന്നിൽ നിൽക്കും. ഇതൊരു അഹങ്കാര വർത്തമാനം ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ പാർട്ടി എന്തോ നിങ്ങളെക്കാൾ വലിയ സംവിധാനമാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത ആളുകൾ തന്നെയാണ്. പക്ഷേ അവിടെ ശക്തിപ്പെട്ട് നിന്നത് സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, കോൺഗ്രസ്, പിന്നെ ഈ ഹിന്ദുത്വക്കാർ. അതിലിപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്ന ഹിന്ദുത്വക്കാരാണ്. ഇപ്പോൾ വിജയിച്ച പാർട്ടി കുറേ കാലം അവരായിരുന്നു, വിജയിച്ച രാഷ്ട്രീയ ആശയം കോൺഗ്രസിൻ്റേതായിരുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ വളരെ വ്യത്യസ്തരാണ് കേട്ടോ, ഞങ്ങൾ വളരെ മുമ്പന്മാരാണ് കേട്ടോ എന്ന് ഇപ്പോഴും ഈ ഘട്ടത്തിൽ പോലും മുന്നണി യോഗത്തിനകത്ത് പറഞ്ഞത് അങ്ങേയറ്റം ശരിയല്ലാത്തൊരു കാര്യമായിട്ട് പോയി. വളരെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ ഫോക്കസ് പിടിച്ച് എങ്ങനെ പോകണമെന്ന് രാജ്യത്തോട് പറയാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു നേതാവായിട്ടാണ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ എനിക്ക് തോന്നുന്നത്. ഹർഷ,
തീർച്ചയായിട്ടും സനീഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഏറെ വ്യത്യസ്തരാണ് എന്നത് പറഞ്ഞു വയ്ക്കുക മാത്രമല്ല, ഒപ്പം നിൽക്കുന്ന പാർട്ടിക്കാരോടാണെന്ന് ഓർക്കണം. ഇത് അപ്പുറത്ത് നിൽക്കുന്ന NDAയുടെ ഘടകകക്ഷികളോട് നടത്തിയ പ്രസംഗമൊന്നുമല്ല, ഇന്ത്യ മുന്നണി യോഗത്തിനകത്ത് നടത്തുന്ന പ്രസംഗമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ ഒരു മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു മുന്നണി എന്നുള്ള സങ്കല്പം എന്നുള്ളത് പോലും മറന്നിട്ടുള്ള ഒരു പ്രസംഗമായിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ എനിക്ക് ആ പ്രസംഗം ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ഒരു എന്താണ് ആത്മീയ സംതൃപ്തി നൽകുന്ന ഒരു പ്രസംഗം എന്ന മട്ടിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. അങ്ങനെയാണല്ലോ അതിനെ കാണാൻ പറ്റൂ. കാരണം സജീവമായ പോരാട്ടം നടക്കുന്ന വേദികളിലൊന്നും ഈ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം അതിശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ CAA NRC സമരം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് നടന്നിട്ട് പോലും ആ പരിസരത്തേക്ക് അദ്ദേഹം എത്തി നോക്കിയില്ല എന്നുള്ള വിമർശനം ഒന്നുണ്ടായിരുന്നു. കർഷക സമരത്തോട് നിലപാട് പ്രഖ്യാപനത്തിനപ്പുറത്ത് ഒരു തവണ എങ്ങാണ്ട് ട്രാക്ടറിലും കയറിയതിനപ്പുറത്ത് കൃത്യമായി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉറച്ച ഒരു സമീപനം എടുത്തില്ല. ഈ സർക്കാരിനെതിരെ നടന്ന വിജയിച്ച ഏക സമരമാണെന്ന് ഓർക്കണം. അതിൽ നിന്നിട്ടില്ല. നോട്ട് നിരോധന കാലത്ത് ഒരു പ്രതിഷേധത്തിലേക്കോ പ്രക്ഷോഭത്തിലേക്കോ ഈ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന രാഹുൽ ഗാന്ധി ആ സംവിധാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല. ഇപ്പുറത്ത് ഈ അഗ്നിപഥ് വിഷയം വലിയ പ്രശ്നമായല്ലോ. ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമായി തന്നെ അത് ഇങ്ങനെ ചർച്ചയായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്താണ് കോൺഗ്രസ് നടത്തിയ പ്രതിരോധം, അതല്ലെങ്കിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതുപോലെ ഈ ഗുസ്തി താരങ്ങളുടെ സമരം ഡൽഹിയിൽ നടന്നു. എന്താണ് ഈ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്? അദ്ദേഹം സമരമുഖത്തുണ്ടായിരുന്നോ? മണിപ്പൂരിൽ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന് ഈ പറയുന്ന റെസിസ്റ്റൻസ് അവിടെ കാഴ്ചവെക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തിനേറെ കോവിഡിൻ്റെ സമയത്ത് പോലും അദ്ദേഹം വിട്ടുനിന്നു എന്നുള്ള ആരോപണമാണ് ആ കാലത്ത് അദ്ദേഹം നേരിട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഈ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ട പാർട്ടികളാണ് അവിടെ നിൽക്കുന്നത് പലരും. ഈ മുന്നണിക്കകത്തിരിക്കുന്ന പല പാർട്ടികളും ഈ കാര്യത്തിൽ എപ്പോഴേ നിലപാട് പറഞ്ഞത് ആരോട്? തേജസ്വി യാദവിനെ അടക്കമാണ് ഉപദേശിക്കുന്നത്. പക്ഷേ തേജസ്വി യാദവൊക്കെ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അതായത് ഈ മാത്രമല്ല, ഈ ഇരിക്കുന്ന പാർട്ടികളെന്തോ വിവിധ ഘട്ടങ്ങളിലായി സംഘപരിവാറിനോടോ RSSനോടോ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ധ്വനി കൂടിയില്ലേ? ഞങ്ങൾ RSSനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു, തല വെട്ടി മാറ്റിയാലും ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും. അതൊക്കെ കൊള്ളാം. ആ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പക്ഷേ ആ പാർട്ടിയുടെ പകുതിയിലേറെ ആളുകൾ നിലപാട് പ്രഖ്യാപനം ഉണ്ടായി. ഞങ്ങൾ അത് അങ്ങനെയാണ്, അതാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ NDAയുടെ ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവരിൽ അല്ലെങ്കിൽ അതിൻ്റെ MP-മാരിൽ വലിയൊരു ചങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക് പോയവരാണ് എന്നുള്ളത് കൂടി ഇടയ്ക്ക് അദ്ദേഹം ഓർക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ വലിപ്പം എന്തോ ആയിക്കോട്ടെ, അവരോടാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ഓർക്കണമല്ലോ. അദ്ദേഹത്തിന് കണക്ക് കൂട്ടലിൽ പിഴയ്ക്കുന്ന ആളുകളുടെ പട്ടികയിൽപ്പെടുത്തിയാണ് അദ്ദേഹം പലരെ അവതരിപ്പിക്കുന്നത്. മമതാ ബാനർജിയെ, തേജസ്വി യാദവിനെ, ഉദ്ധവ് താക്കറെയെ ഒക്കെ അവർക്ക് കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്ന ആളുകൾ എന്ന മട്ടിൽ അവർക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഈ മുന്നണിയെ ദുർബലമാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണോ ഈ പ്രസംഗം എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. മാത്രമല്ല, അത് പുറത്തുവിട്ട രീതി കൂടി എനിക്ക് ആ നിലയ്ക്കുള്ള ഒരു സംശയമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ അതിൻ്റെ അവരുടെ പ്രാദേശിക ഘടകങ്ങളോ അവരുടെ സ്വന്തം സംഘടനാ ബോഡിയിലോ ഇതെങ്ങനെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. കാരണം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഔദ്ധത്യം അത് അവതരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ ശ്രമിച്ചത്. പക്ഷേ ഇതിൽ അദ്ദേഹത്തെ വല്ലാത്ത ഒരു നിരാശാബോധം പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പുറത്തു വിടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ രാജസ്ഥാനിലെ സീറ്റ്, രാജ്യസഭയിലേക്കുള്ള സീറ്റ് നിഷേധിച്ച സംഭവമല്ല, മീനാക്ഷി നടരാജൻ്റെ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ പത്രിക നിരസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം കൂടി ഒരു ഷോക്കായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ഇത് പുറത്തു വിടാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വോട്ട് ചോരി എന്നത് നിരന്തരം ഒരു ആരോപണമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണമാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുകയും ആ നിലയ്ക്ക് കൊള്ളാം എന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു പ്രതിപക്ഷ പ്രവർത്തനം എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ട സംഗതിയാണ് ഈ വോട്ട് ചോരിയുമായി രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിന് വളർച്ചയുണ്ടായില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു
തിരുത്തൽ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും പോയില്ല. അതിനൊന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അത് അവശേഷിക്കുകയായിരുന്നു. ഇപ്പുറത്ത് ആ വോട്ട് ചോരിക്കപ്പുറത്ത് സീറ്റ് ചോരിയിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണല്ലോ ഈ മീനാക്ഷി നടരാജൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനാവുക. അപ്പോൾ ഒരു നിരാശാബോധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ടൂളുകളും, ഈ ഭരണകൂടത്തിൻ്റെ മുഴുവൻ ടൂളുകളും RSSൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് ആഗ്രഹിക്കും. 2024 നമ്മൾ ജയിച്ചതാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് നമുക്ക് വിജയിക്കാം, പക്ഷേ അത് യാഥാർത്ഥ്യമാവില്ല. അതിന് കാരണം RSSൻ്റെ കയ്യിലാണ് ഭരണകൂടത്തിൻ്റെ സകല ടൂളുകളും. അവരുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ മാറണം, പൊളിറ്റിക്കലല്ല. അതും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അതായത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം സ്വാതന്ത്ര്യ സമര കാലത്തേതുപോലെ സഹന സമരത്തിലൂടെ ഇനി ഇവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള, ഭരണകൂടത്തെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിലേക്കൊക്കെ പോകണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ സംശയിക്കാവുന്ന സാഹചര്യമൊക്കെ അദ്ദേഹം പറയുന്ന മറ്റിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ മീനാക്ഷി നടരാജൻ്റെ കാര്യത്തിലായാലും മറ്റു പിന്നെ ഭരണകൂട ഉപകരണങ്ങളെല്ലാം എന്താണ് ഈ അവർക്ക് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാവുന്ന തരത്തിലാണ് അവർ വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതിൽ കോൺഗ്രസ് പിന്നിലായിരുന്നോ സനീഷ്? ഈ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ് CBI എന്നുള്ള പരാമർശം ഉണ്ടാകുന്നത് ആര് ഭരിച്ച കാലത്താണ്? അത് BJP ഭരിക്കുമ്പോഴല്ലോ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇതൊക്കെ അവരും ഒപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഭരണകൂടത്തിൻ്റെ എല്ലാ ടൂളുകളെയും ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തിയ പാർട്ടി തന്നെയാണ് ഇവർ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇതെല്ലാം അറിയാവുന്ന സ്വന്തം മുന്നണിയിലെ നേതാക്കന്മാരെ ഉപദേശിക്കാൻ. അവിടെ അദ്ദേഹത്തിന് വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ആദ്യ ദിവസം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അത് വേറൊന്നുമല്ല, CPIM-ഉം CPI-യും ഒക്കെ എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ തുടരുന്നത് എന്ന ന്യായമായ സംശയം ഇപ്പോൾ ബാക്കിയാണ്. ആ കാര്യത്തിൽ DMK വളരെ കൃത്യമായൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പരിപാടി നമുക്ക് പറ്റുന്നതല്ല എന്ന് തീരുമാനിച്ച് അതിന് പുറത്ത് കടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തി എന്നുള്ളത്. CPM-ഉം CPI-യും ഈ അപമാനം സഹിച്ചതിനകത്തിരിക്കേണ്ടതുണ്ടോ? ഈ ചരിത്രം പറയുമ്പോൾ അതിനൊപ്പം ചരിത്രം, സനീഷ് നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരകാലത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ എത്രത്തോളം പറ്റും ആ പ്രസ്ഥാനം ആ കാലത്ത് രൂപം കൊണ്ടാണ്. അതിന് പല പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ ധാരകളെല്ലാം ഉണ്ട്. ഈ സോഷ്യലിസ്റ്റ് ധാരയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഈ പറയുന്ന ഹിന്ദുത്വവാദികളുണ്ട്. ഇവരെല്ലാവരും ചേരുന്ന ഒരു ദേശീയ പ്രസ്ഥാനം എന്നതായിരുന്നു അത്. അതിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടി, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പോലൊരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ പറയാൻ കഴിയൂ. കാരണം ഏറ്റവും കൂടുതൽ BJPക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതങ്ങനെ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ. അവിടെ എന്തിനാണ് ഇപ്പം ഇന്ന് ഇത് തന്നെയാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ഈ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും ഗോവിന്ദമാഷ് നിൽക്കുന്നത് എന്നുള്ളത്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിൽ നിന്ന് CPM-ഉം അകലെയാണ്. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, രാഹുൽ ഗാന്ധി കോൺഗ്രസ് മുന്നണി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയാണ് ഈ മുന്നണി. ഈ ഇന്ത്യ എന്നുള്ള പേരിട്ടത് രാഹുൽ ഗാന്ധിയാണ് എന്നാണല്ലോ ആ കാലത്ത് കേട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പേരിട്ട മുന്നണി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്ക് പോയിക്കോളാം എന്നുള്ള ഒരു വർത്തമാനം കൂടി അതിനകത്ത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ട് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവുകയും കോൺഗ്രസ് ഇപ്പോൾ തരക്കേടില്ല, ഞങ്ങൾ ഒന്നിച്ചങ്ങ് നിന്നോളാം, ഒറ്റക്ക് ആത്മീയമായിട്ടുള്ള റെസിസ്റ്റൻസ് നടത്താന്നുള്ള മറ്റോ ഇവരുടെ ആരംഭിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടോ എന്നറിയില്ല. എന്തായാലും അതായത് ഇതിനിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പക്ഷേ ഈ മട്ടിൽ പറഞ്ഞിട്ടില്ല എന്നതാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രമായിട്ടുള്ള നിരാശയും ആശയക്കുഴപ്പവും ഒരു താൻപോരിമയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വർത്തമാനം മാത്രമാണ്. അദ്ദേഹം ബാക്കിയുള്ളവരെല്ലാം കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ഇങ്ങേരാണ് എന്നുള്ളതാണ് ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ആശയക്കുഴപ്പത്തിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഇത് എല്ലാ സംവിധാനങ്ങളെയും BJP-യും RSS-ഉം അവരുടെ കയ്യിലാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയാം വിധമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചാൽ തന്നെയും ആ സംവിധാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇറങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ 2 അടി കൊടുക്കാൻ ഇവർ മുന്നിലുണ്ട്. ആ സംവിധാനങ്ങൾ ഇവിടെ പിണറായി വിജയനെതിരെ ഇറങ്ങുമ്പോൾ പിണറായി വിജയനിട്ട് 2 കൊടുക്കാൻ ഇവർ അവിടെയുണ്ട്, കോൺഗ്രസ് അവിടെയുണ്ട്. ആ സംവിധാനങ്ങളിൽ നിന്ന് അടിയേറ്റ പിടിക്കാൻ പോയ പ്രബീർ പുരകായസ്ഥക്ക് ഇങ്ങനെ കോടതിയിൽ നിന്നൊരു രാജ്യമാകെ ശ്രദ്ധിച്ചൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നിന്ന് ED തള്ളിക്കളഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാൻ ഇവരാരുമില്ല. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഈസ് എ കൺഫ്യൂസ്ഡ് മാൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഒരിക്കൽ കൂടി ധ്യാനത്തിന്
പോകുന്നത് നന്നായിരിക്കും എന്നായിരിക്കും. അതോ പോയതിന്റെ കുഴപ്പമാണോ ഇത് എന്നുള്ള സംശയമുണ്ട്. ദേശീയ തലത്തിൽ BJP-യെ പ്രതിരോധിക്കാൻ രൂപീകൃതമായ പ്രതിപക്ഷ കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സഖ്യത്തോട് ചേർത്ത് നിർത്തേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് സഖ്യത്തിലെ DMK-യെയും സ്റ്റാലിനെയും ഒറ്റ രാത്രി കൊണ്ട് മറന്നതും പിണറായി വിജയനെയും CPIM-നെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ കടന്നാക്രമിച്ചതും ബീഹാറിൽ സഖ്യം പരാജയത്തിലേക്ക് കൂപ്പിക്കുത്തിയതടക്കം നിരവധി വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും മറ്റ് കക്ഷികൾ ഉയർത്തുന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയുമായി. ഒടുക്കം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒഴികെ മറ്റെല്ലാ ദേശീയ നേതാക്കളും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ നേതാക്കളും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും കാര്യത്തിൽ കേരളം മുതൽ കാശ്മീർ വരെ ഇന്ത്യ സഖ്യത്തിന് ഒരു നിലപാടായിരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും UP മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവാണ് യോഗത്തിൽ പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായ വേദിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യ യോഗം. എന്നാൽ സഖ്യകക്ഷികളുടെ ഈ വിമർശനങ്ങളെയെല്ലാം പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ല എന്ന ഉദാഹരണം പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ മറുപടി പ്രസംഗം പോലും സഖ്യത്തിൽ വിള്ളലുണ്ടാക്കുന്നതായോ എന്നാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം. അടുത്ത സഖ്യയോഗത്തിൽ എന്തൊക്കെയാകും ചർച്ചയാകുക എന്ന് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് സനീഷ്, ഇത് ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ബൈറ്റ് കൊടുത്താൽ പോരെ എന്ന് KC വേണുഗോപാൽ ജോൺ ബ്രിട്ടാസിനോടൊന്ന് ചോദിച്ചിരുന്നു. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസ്, കാരണം CPM-ന്റെ ഒരു പരാതിയും പരിഭവം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെ വന്നിരിക്കുന്നു. ജനറൽ സെക്രട്ടറി പോയിട്ടില്ല, പകരം ബ്രിട്ടാസ് പോകുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ KC വേണുഗോപാൽ പിന്നാലെ എത്തിയിട്ട് പറയാണ് ഇത് കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ എന്ന്. എന്തോ ഒരു മോശം സംഗതിയാണ് ഈ കൊടുക്കുന്നത് എന്നുള്ള മട്ടിലാണ്. തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇത് പ്രേമചന്ദ്രൻ ആദ്യം തന്നെ സംസാരിച്ചിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് ബ്രിട്ടാസ് വീണ്ടും മാധ്യമങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് എന്താ, ഇതിൻ്റെ ഏറ്റവും പരമാചാര്യനായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹം പ്രസംഗിച്ചത് പ്രത്യേകം വേറെ മ്യൂസിക്കൊക്കെ ഇട്ട് പുറത്ത് വിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് കാണണം ഈ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും എന്ന്.